ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TJ's വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്യാവശ്യം നല്ല തന്നെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഈ വെബ്സൈറ്റ് വഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. 100% ജെന്യൂൻ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇത് ആർട്ടിക്കിൾ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അത്യാവശ്യം നല്ല തന്നെ മണി ഏൺ ചെയ്യുന്ന 100% ജെന്യൂനായിട്ടും ഒരുപാട് പേര് ഇതിനകത്തൂടെ ഏണിങ്സ് നേടുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന, അതായത് നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവർ നല്ല പോസ്റ്റാണ്, അതായത് ഒറിജിനൽ കണ്ടൻറ്റാണ്, നിങ്ങൾ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത കണ്ടൻറ്റാണ്, ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് $10 ഒരു പോസ്റ്റിന് വെച്ച് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഒന്നുമില്ല, എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ടെക്നോളജി ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ ആണെങ്കിൽ, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടൻറ്റ് എഴുതാം. ഇതിനകത്ത് നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് ഈ ആർട്ടിക്കിൾ ഇൻസൈഡിനകത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മോളിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഇത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു മെമ്പർ പബ്ലിഷ് ചെയ്ത ഒരു പോസ്റ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വന്നെ കാണാം. ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള പൈസയാണ് ഈ കമ്പനിക്ക്, അതായത് ആർട്ടിക്കിൾസ് ഇൻസൈഡറിന് കിട്ടുന്നത്. അതിൻ്റെ ഒരു കമ്മീഷനാണ് നമുക്ക് തരുന്നത്. അതായത് നിങ്ങൾ ഇടുന്ന പോസ്റ്റ് അത് അപ്രൂവ് ആയ $10 കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ആ പോസ്റ്റ് അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോസ്റ്റൊക്കെയാണ് ഇടുന്നതെങ്കിൽ തീർച്ചയായും അപ്രൂവ് അത് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് $10 വെച്ച് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം, രജിസ്റ്റർ എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഗൂഗിൾ ID, അതായത് ഗൂഗിൾ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുന്നതായിരിക്കും സിമ്പിൾ. അതിനുശേഷം ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ ടൈറ്റിൽ, അതായത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് പാരഗ്രാഫ് എന്നുള്ള ഇത് കാണാൻ സാധിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ കണ്ടൻറ്റ് എഴുതുന്നുണ്ട്. കണ്ടൻറ്റ് നിങ്ങൾ ഏറ്റവും നല്ലത് ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിനകത്ത് കണ്ടൻറ്റ് എഴുതുക. അതിനുശേഷം അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ഇമേജ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഏത് പോസ്റ്റ് ഇട്ടാലും ഇമേജ് ആഡ് ചെയ്താലാണ് ആൾക്കാർ കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് ഓക്കെ ആക്കാം. അതുപോലെ നമ്പേഴ്സ് ഇടണമെങ്കിൽ നമ്പർ ഇടാം, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പോയിൻറ്റ്സ് ഇടാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ഇതിനകത്തൂടെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് വഴി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്ലേഗറിസം ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് എന്തെങ്കിലും കോപ്പിറൈറ്റ് കണ്ടൻറ്റോ അല്ല നിങ്ങൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളിത് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പബ്ലിഷ് ചെയ്ത്, അതായത് നിങ്ങൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്ത് അവർ റിവ്യൂവിന് പോയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത, അതായത് അവർ പബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് പോസ്റ്റിന് നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. അതൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് മാത്രമേ കാണുള്ളൂ. സെക്കൻഡ് പോസ്റ്റ്, അതായത് അവർ പബ്ലിഷ് ചെയ്യുന്ന സെക്കൻഡ് പോസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് $10 ഓരോ പോസ്റ്റിനും, എത്ര പോസ്റ്റ് വേണം നിങ്ങൾക്ക് ദിവസം എത്ര പോസ്റ്റ് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഇപ്പം AI ടൂൾ യൂസ് ചെയ്യാം. AI ടൂൾ യൂസ് ചെയ്താലും നിങ്ങൾ അതേപോലെ ചെയ്യരുത്. അതിൻ്റെ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. നിങ്ങളുടെ ആ യൂണീക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിഡ്രോ എന്ന് പറയുന്നത് നമുക്ക് Paytm വഴിയും, അല്ലെങ്കിൽ UPI, അല്ലെങ്കിൽ ബാങ്ക്, അല്ലെങ്കിൽ നമുക്കിപ്പം പേപ്പാൽ, സ്ക്രില്ല് വഴിയൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. $10 ആകുമ്പോൾ തന്നെ വിഡ്രോ ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഇപ്പോൾ കണ്ടൻറ്റ് ഒന്നും എഴുതാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റെഫറൽ ഏണിങ്സ് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഇതിനകത്ത് ലോഗിൻ ചെയ്യുമ്പം നമുക്ക് 10 പോയിൻറ്റ്സ് വെച്ച് തരുന്നതായിരിക്കും. പോയിൻറ്റ്സ് വെച്ചാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ 10,000 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ $10 ആണ്. നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് $10 ആണ്. അത് 10,000 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം 100% ജെന്യൂനാണ്. അതുപോലെ തന്നെ നല്ല സൈറ്റാണ്. നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത്, നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ റിവ്യൂവിന് പോകുന്നതായിരിക്കും. റിവ്യൂവിന് പോയി നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ആർട്ടിക്കിളാണെങ്കിൽ തീർച്ചയായും അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെയിലിലൂടെ വരുന്നതായിരിക്കും. റിജക്റ്റ് ആയാലും അത് വരുന്നതായിരിക്കും, അക്സെപ്റ്റ് ആയാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് വന്ന ശേഷം അത് പബ്ലിഷ് ആക്കുന്നതനുസരിച്ച് അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് വരുന്നതാണ്. ആ അഡ്വർടൈസ്മെൻറ്റ് പൈസയാണ് അവർ $10 ആയിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഇപ്പം ആർട്ടിക്കിൾസ് എഴുതാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ
വെബ്സൈറ്റ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹോസ്റ്റ് മേടിക്കാൻ, ഡൊമൈൻ മേടിക്കാനൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാകുമ്പോൾ നമുക്ക് പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഈ ഒരു സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഈ സൈറ്റിൽ വന്ന് ഓണാക്കുമ്പോൾ അവിടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതായിരിക്കും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് പൈസയാണ് കമ്പനിക്ക് കിട്ടുന്നത്. അതിൻ്റെ ചെറിയൊരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.